നമ്മുടെയൊക്കെ പോക്കറ്റിലുള്ള നമ്മുടെ സെൽഫോൺ അത് പല സംഗതികൾക്ക് വേണ്ടിയും നമ്മളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ ഫോണിൽ സ്റ്റാറ്റസുകൾ വെക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി സോഷ്യൽ മീഡിയകളിൽ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ സ്റ്റാറ്റസ്? വാട്ട് ഈസ് ദി സ്റ്റാറ്റസ്? ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയേണ്ടതാണ്, അവൻ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ഈ സ്റ്റാറ്റസ്. സാധാരണഗതിയിൽ അതിന് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഒരാൾക്കുള്ള ഒരു പൊസിഷനുണ്ട്, സ്ഥാനമെന്നോ പദവിയെന്നോ അതുമല്ലെങ്കിൽ അന്തസ്, അഭിമാനം എന്നൊക്കെ പറയുന്ന ഒരേ പേരുകളിൽ അറിയപ്പെടുന്ന ഇതാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. അതിന് എത്ര ലൈക്ക് കിട്ടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മളിങ്ങനെ മിനിമം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതെല്ലാം ആരെല്ലാം കണ്ടു, ആരൊക്കെ കണ്ടില്ല, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണയും നമ്മൾക്കുണ്ട്. കാരണം നമ്മൾ ഈ സ്റ്റാറ്റസ് വെക്കുന്നതും നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്നതും റീൽസ് ഇടുന്നതും ഒക്കെ എന്തിനാ? ഇത് എത്ര പേര് കണ്ടു എന്നറിയാനാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കണം? ഈ ഭൗതികമായ ഈ ഇടപെടലിലുള്ള ഈ സ്റ്റാറ്റസിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം കിട്ടുന്ന, പദവി കിട്ടുന്ന ആ ഒരു സ്റ്റാറ്റസ്, അത് കിട്ടാൻ എന്ത് വഴിയുണ്ട് എന്നതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. നമ്മൾ അവിടേക്ക് എത്തുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടാൽ കൃത്യമായി നമ്മുടെ സ്ഥിതി എന്താണ്, നമ്മുടെ ജീവിതക്രമം എന്താണ്, നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, വളരെ കൃത്യമായ ഒരു ധാരണ നമ്മൾക്ക് കിട്ടും. ഇതെപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം എന്നതാ. ഒരു പുലർ അല്ലെങ്കിൽ ഒരു പുലരി, ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് സുബ്ഹ് മുതൽ രാത്രി വരെയുള്ള ഈ സമയങ്ങൾ നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ്, ഏതെല്ലാം മേഖലകളിലാണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരവബോധം നമ്മൾക്കുണ്ടാകണം. അതിനടിസ്ഥാനപ്പെടുത്തിയാകണം നമ്മുടെ സ്റ്റാറ്റസിനെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എൻ്റെ സ്ഥാനം എത്താൻ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് ഉയർത്തി അവിടെ എത്തി നിൽക്കാനുള്ള വഴികൾ ഞാൻ എന്ത് തേടി, ഞാൻ എന്ത് ചെയ്തു, ഇതാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ല സ്റ്റാറ്റസ് ആയി തീരാൻ, അന്തസ്സും അഭിമാനവും ഉണ്ടാകാനുള്ള വഴികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ടത് അവരുടെ സ്വഭാവം വിശദീകരിച്ചെടുത്ത് കാണാം. അല്ലദീന യുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അള്ളാഹിൻ്റെ അടുക്കലുള്ള സ്റ്റാറ്റസ് അത് ഏറ്റവും ഉന്നതമായി തീരാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒന്നാമതായിട്ടുള്ള കാര്യം എന്താ? അല്ലദീന യുഖീമൂന സ്വലാ, അവർ നിസ്കരിക്കുമെന്നല്ല പറഞ്ഞത്, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. കണ്ടിന്യൂസ്, എല്ലാ വഖത്തിലും അവരത് നിർവഹിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു നൽകിയതിൽ നിന്ന്, അള്ളാഹു കനിഞ്ഞരുളിയിട്ടുള്ള നിഅമത്തുകളിൽ നിന്ന് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടോ?
എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്റ്റാറ്റസ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ 70 സ്ഥലങ്ങളിൽ നമസ്കാരത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അന്നഖീമുസ്സലാഹ് വത്തഖൂ, നമസ്കാരം നിലനിർത്തണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്റ്റാറ്റസ്, അവൻ്റെ ഗ്രാഫ് ഉയർത്താൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഈ നടപടിക്രമങ്ങളെ പിന്തുടർന്നതായി ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി, പടച്ചോനെ എന്നെയും എൻ്റെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ പടച്ചവനെ ആ ഒരവസ്ഥയിൽ നീ നിലനിർത്തണേ റബ്ബേ എന്ന് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്റ്റാറ്റസ്, അത് ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്തിച്ചേരാൻ വേണ്ടിയായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വകാന യഉമുറു അഹ്ലഹു ബിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി തൻ്റെ കുടുംബത്തെ ഒട്ടാകെ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങൾ പറയുന്നിടത്ത് യാ ബുനയ്യ അഖിമിസ്സലാ, എൻ്റെ പൊന്നു മോനെ നീ നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞത് നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾക്കിത് ബാധ്യതയില്ലേ? എനിക്കും നിങ്ങൾക്കും ഇത് ബാധ്യതയില്ലേ? നേരം ഉച്ചവരെ കിടന്നുറങ്ങുന്ന നമ്മുടെ വീട്ടിലെ മക്കളെ വിളിച്ചുകൊണ്ട് മോനെ നമസ്കരിക്കണം, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കണം, നീ ഉറങ്ങല്ലേ എന്ന് പറയേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കും ഇല്ലേ? ഇത് നമ്മൾ നിലനിർത്തുന്നുണ്ടോ? നിലനിർത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവി നമ്മൾക്ക് കിട്ടും. അല്ലെങ്കിലോ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലൽ ആഖിറത്തു അക്ബറു ദറജ, ഏറ്റവും വലിയ ദറജ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പക്കലുള്ള ദറജയാ. വ അക്ബറു തഫ്ലീല, അതായിരിക്കണം ഏറ്റവും ശ്രേഷ്ഠമാകുന്നതും. അതുകൊണ്ട് അത് നേടിയെടുക്കാൻ ഇൻഡിവിജ്വലായി ഞാൻ പരിശ്രമിക്കണം. പോരാ, സ്വന്തത്തോട് മാത്രം സ്വർഗം തേടണമെന്നല്ല പറഞ്ഞത്. കൂ അംഫുസക്കും വഅഹ്ലീക്കും നാറ, നീ പോരാ, നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനുള്ള വഴികളിലേക്ക് നീ അവരെ നടത്തിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? നമ്മൾ ഈ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണോ? നമ്മുടെ വീടുകൾ ഉണരുന്നുണ്ടോ? നമ്മുടെ വീടുകളിൽ ഈ സംഭവം നടക്കുന്നുണ്ടോ? കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മൾ ഉണ്ടാക്കിയ, നമ്മൾ നിർമ്മിച്ച് അഹങ്കരിക്കുന്ന, നമ്മൾ ഈ പൊങ്ങച്ചം പറയുന്ന നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? നമ്മൾ അറിയണ്ടേ ഇത്? പ്രവാചകൻ എന്താ പറഞ്ഞത്? ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുകൾ ശ്മശാന തുല്യമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ അല്ലേ? നമസ്കരിക്കേണ്ടവർ വീട്ടിൽ നിന്ന്, സുന്നത്ത് നമസ്കാരം പ്രവാചകന്റെ ചര്യ അനുസരിച്ച് വീട്ടിൽ നിന്നായിരുന്നു നിർവഹിച്ചത് എങ്കിൽ അത് നിർവഹിക്കുന്നുണ്ടോ നമ്മൾ? നമ്മുടെ വീടുകളിൽ പിശാചിന്റെ കൂടാരമായി മാറുന്നുണ്ടോ? ഇവിടങ്ങളിലൊക്കെ ഒരു ചിന്ത അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. എന്തിനു വേണ്ടിയാണിത്? നമ്മുടെ സ്റ്റാറ്റസ് അത് ഉയർന്നു നിൽക്കണം. അന്തസ്, അഭിമാനം അത് ഈ കാണുന്ന ആളുകളിൽ നിന്ന് കിട്ടേണ്ടതല്ല. ഇവിടെയുള്ള ആളുകളിൽ നിന്ന് പേരോ പ്രശസ്തിയോ കിട്ടണം എന്നതല്ല നമ്മുടെ ആഗ്രഹം. മറിച്ച് എന്നെ പടച്ച, ലോകത്തെ പടച്ച, ചരാചരങ്ങളെ പടച്ച, എല്ലാം നിയന്ത്രിക്കുന്ന പടച്ച റബ്ബ്, ആ റബ്ബിൻ്റെ പക്കൽ എനിക്ക് എൻ്റെ പദവി ഉയർത്താൻ എനിക്ക് സാധിക്കണം. അതിന് ഖുർആൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ നമസ്കരിക്കണം എന്നതാ. അള്ളാഹുവിന് വഴിപ്പെടണം, അള്ളാഹുവിന് കീഴ്പ്പെടണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ചലിക്കണം. അങ്ങനെ ആയിരുന്നു പ്രവാചകന്മാർ, അമ്പിയാക്കൾ സകലരും അങ്ങനെയായിരുന്നു. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അങ്ങനെയായിരുന്നു. ഒരു നേരത്തെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയപ്പോൾ
എനിക്കെന്ത് സംഭവിച്ചു? ഞാൻ കപടനായിപ്പോയോ, ഞാൻ മുനാഫിക്കായിപ്പോയോ എന്ന് തോന്നിയ സഹാബിമാരുണ്ടായിരുന്നു. നമ്മൾക്ക് അങ്ങനെയുണ്ടോ? ഒരു നേരത്തെ നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ ഞാൻ മുനാഫിക്കായി എന്ന് നമ്മൾക്ക് തോന്നാറുണ്ടോ? ഹൻദല റളിയല്ലാഹു തആല അദ്ദേഹത്തിന് സംഭവിച്ചത് എന്തായിരുന്നു? ബിസിനസ് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കച്ചവടം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് മുടക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. അതിൽ നിന്ന് വഴിമാറി പോകണമെന്നല്ല പറയുന്നത്. ഹൻദല റളിയല്ലാഹു തആല അദ്ദേഹത്തെ സ്ഥിരമായി പള്ളിയിൽ കണ്ടിരുന്നു. ഇടയ്ക്ക് കാണാതെയായപ്പോൾ അന്വേഷണം നടത്തി. ഒരു ദിവസമുണ്ട് ഹൻദല അങ്ങാടിയിൽ സൂക്കിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാ, നാഫക ഹൻദല, നാഫക ഹൻദല, ഹൻദല മുനാഫിക്കായി പോയി എന്ന് സ്വയം ബോധം വരികയാ. തെറ്റ് ചെയ്തു എന്നത് ബോധ്യപ്പെടുകയാ. മുനാഫിക്കായി പോയി ഞാൻ. എൻ്റെ ഒരു നേരത്തെ നമസ്കാരം നഷ്ടപ്പെട്ടു, പിന്നെ 2 നേരത്തത് പോയി, അത് കഴിഞ്ഞ് ദിവസങ്ങളോളം പള്ളിയിൽ വരാതെയായിപ്പോയി. എൻ്റെ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിയായിരുന്നു, അതിൻ്റെ പുരോഗതിയായിരുന്നു കാരണം എന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മറന്നുപോകും. നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോകും. അതുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്റ്റാറ്റസ്. അത് ഉയർത്തി ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്താൻ നമ്മൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ദുനിയാവിലെ സ്റ്റാറ്റസ് അതൊന്നുമല്ല, അത് 0, വട്ടപൂജ്യം. പിന്നെയോ ആഖിറത്തിലെ സ്റ്റാറ്റസ് അത് ഉയർന്നു നിൽക്കാനും ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താനും അതിനുള്ള അവസരങ്ങളാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയണം. നമ്മൾക്കൊരുപാട് നിഅ്മത്തുകൾ അല്ലാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നിഅ്മത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ? നമ്മൾ ശുക്ർ ചെയ്യുന്നുണ്ടോ? അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. എന്നാൽ പലരും അഭിമാനിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല, എനിക്ക് അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്, ഇതെൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നേടിയെടുത്തത് എന്ന് അഭിമാനിക്കുന്നവരുണ്ട്. വേണ്ട, അങ്ങനെ കളിക്കണ്ട. എത്രയോ ആളുകൾ, എത്രയോ ധനാഢ്യന്മാർ ഇതുപോലെ അഹങ്കരിച്ചിട്ട് ലോകർക്ക് മാതൃകയാകുന്ന തരത്തിൽ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട്. കാറൂനിനെ പോലെ, ഹാമാനിനെ പോലെ. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചരിത്രം പഠിച്ചാൽ എത്രയോ ആളുകൾക്ക് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ ഓർക്കുന്നത് എന്തിനാ? അഖിമിസ്സലാ, നിങ്ങൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ലിദിക്രി, അതെന്നെ ഓർക്കാനാണ്, എന്നെ സ്മരിക്കാനാണ്. അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പരീക്ഷണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. പലർക്കും തോന്നിയേക്കാം, അയാളെ കണ്ടിട്ടെന്ത് കാര്യം, അയാളെ കാണാൻ ഒരു മൊഞ്ചില്ല, അയാളെ ആരാണ് ഇഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ആളുകളെ മാറ്റി നിർത്താറുണ്ട്. അള്ളാഹു ആരെയാണ് പരിഗണിക്കുക? നമ്മൾക്കൊരിക്കലും അറിയില്ല. ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുമായി ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ നടന്നുപോയി. പ്രവാചകൻ ചോദിച്ചു, ആ പോയ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഓ, ഞങ്ങൾക്കറിയാം, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്, ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു കക്ഷിയാണ്, ഞങ്ങളുടെ നാട്ടിൽ കല്യാണമുണ്ടാകുമ്പോൾ അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു മധ്യസ്ഥനാണ് അയാൾ, ഞങ്ങൾക്ക് ആവശ്യമുള്ളവനാണ്. ശരി, പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും സംസാരത്ത് മധ്യേ മറ്റൊരാൾ ഇങ്ങനെ കടന്നുപോയി. പ്രവാചകൻ ചോദിച്ചു, ആ പോയ കക്ഷിയെ നിങ്ങൾക്കറിയുമോ? സഹാബിമാർ പറഞ്ഞു, അയാളെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ അത്ര മൈൻഡ് ചെയ്യാറില്ല. അയാളൊരു പാവം, അയാൾ കാണാനൊന്നും ഒരു ഭംഗിയില്ല, ഒരു രൂപമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ അത്ര ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോഴും പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളാ രണ്ടാമത് പോയ കക്ഷി വഹുവ മിൻ അഹ്ലിൽ ജന്ന, വഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞവനല്ല, രണ്ടാമത് പറഞ്ഞവൻ സ്വർഗാവകാശിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുക. അയാളുടെ ജീവിതം എങ്ങനെയായിരുന്നു?
അയാളുടെ ഇടപാടുകൾ അങ്ങനെയായിരുന്നു, ആളുകളുമായുള്ള പെരുമാറ്റം അങ്ങനെയായിരുന്നു. പ്രവാചകൻ അറിയാമത്. അതുകൊണ്ടാ പറഞ്ഞത്, പ്രവാചകൻ പലപ്പോഴും സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് തോന്നുന്ന ചില സ്വഭാവങ്ങൾ ചിലരിൽ ഉണ്ടാകുമ്പോൾ പ്രവാചകൻ വിളിച്ചു വരുത്തി ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. ഒരു സഹോദരൻ പ്രവാചകൻ്റെ അടുത്ത് വന്ന് സഹാബി ചോദിച്ചു, ഔസീനി യാ റസൂലല്ലാഹ്, എനിക്കൊരു ഉപദേശം വേണം, ഒരു അഡ്വൈസ് വേണം എനിക്ക്, എൻ്റെ ജീവിതത്തിൽ എനിക്കത് നേട്ടമുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചത് പ്രവാചകൻ എന്തെങ്കിലും വലിയ കാര്യം പറഞ്ഞു കൊടുക്കുമെന്ന. പ്രവാചകൻ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. എന്തേ കാരണം? ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ കോപം എന്ന് പറയുന്ന ഒരു ദുസ്വഭാവത്തിൻ്റെ അടിമയായിരുന്നു ഈ വന്ന മനുഷ്യൻ. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ കോപിക്കരുത്. അപ്പൊ കോപമില്ലാതാവുക എന്നത്, ആളുകളെ വളരെ മാന്യമായ നിലയിൽ ഇടപെടുക എന്നത് സ്വർഗം കിട്ടാൻ കാരണമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്തിച്ചേരാൻ അതിന് സാധിക്കുമെന്നത് കൊണ്ടാണ് പ്രവാചകൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ പദവി ഒന്നുമല്ല. ഇന്നത്തതോടുകൂടി ദുനിയാവ് അവസാനിക്കും. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ആഖിറമുണ്ടല്ലോ, അവിടെയാണ് നമ്മൾക്ക് രക്ഷ വേണ്ടത്. അവിടെ നമ്മുടെ സ്റ്റാറ്റസ്, അവിടെ നമ്മുടെ ദറജ, അവിടെ നമ്മുടെ ഗ്രാഫ് അത് ഉയർന്നു നിൽക്കണം. അതിനേറ്റവും അഭികാമ്യം അള്ളാഹുമായി നമ്മൾ ഇടപെടുക എന്നതാ. അതിൻ്റെ മാർഗമാണ് പള്ളിയുമായി മുഅല്ലഖത്തുൻ ബിൽ ഖൽബ്, പള്ളിയോട് എന്തു വേണം? മനസ്സ്, ഹൃദയം അതിങ്ങനെ ബന്ധിക്കപ്പെടണം. നിരന്തരമായി പള്ളിയിൽ വരിക, എപ്പോഴും പള്ളിയിൽ ഇരിക്കുക, അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അങ്ങനെ ദിക്റിലൂടെ അള്ളാഹുവിനെ ഓർക്കുക. തീർത്തും നമ്മുടെ ദർജ ഉയരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സഹാബിയുടെ ചരിത്രം അങ്ങനെ പറയുന്നുണ്ട്. ജുലൈബീബ് എന്നാണ് ആ സഹാബിയുടെ പേര്. ജുലൈബീബിനെ കാണാൻ ഒരു ചന്തവുമില്ല. ഒരു വിരൂപിയായ മനുഷ്യനാണ്. സ്റ്റാറ്റസ് വെക്കാൻ പറ്റിയാല. നമ്മൾ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഫോട്ടോ എടുക്കും. ഓരോ സ്ഥലത്ത് പോയിട്ട് ഏത് ഫോട്ടോ ആണ് സ്റ്റാറ്റസ് വെക്കാൻ പറ്റുക, നമ്മൾ അതിന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിന് പറ്റിയ ഫോട്ടോ കിട്ടിയാൽ ഉടനെ സ്റ്റാറ്റസ്. നാളെ രാവിലെ അത് മാറ്റും, അടുത്ത് വേറെ വെക്കും. ഈ പാവം ജുലൈബീബിനെ സ്റ്റാറ്റസ് വെക്കാൻ പോലും പറ്റാത്ത ഒരു വിരൂപിയായ സഹാബിയ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ ഇദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ആൾ വിരൂപിയാണെങ്കിലും കാണാൻ കൊള്ളൂലെങ്കിലും പള്ളിയിലുണ്ടാകും ഫുൾ ടൈം. എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളിലും സജീവമായിരിക്കും. ആര്? ജുലൈബീബ്. ഖുർആൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഒന്നാമതായി അവിടെ ഇരിക്കും. എന്ത് തിരക്കുണ്ടെങ്കിൽ തിരക്കേടില്ല. ഖുർആനാണല്ലോ പറയുന്നത്. ഖുർആനിനെ കുറിച്ചുള്ള ചർച്ച. ഒരു 10 മിനിറ്റ് ഞാൻ പള്ളിയിൽ ഇരിക്കട്ടെ. ആര് വിചാരിക്കും? ജുലൈബീബ് വിചാരിക്കും. അങ്ങനെയുള്ള ജുലൈബീബിനോട് റസൂൽ ചോദിച്ചു, ജുലൈബീബ് തുസവ്വിജുക ജുലൈബീബ്, നിനക്ക് ഞാനൊരു പെണ്ണ് കെട്ടിച്ചേരട്ടെ, ഒരു കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പം ജുലൈബീബ് പറഞ്ഞു, മൻ യുസവ്വിജുനി യാ റസൂലല്ലാഹ്, എനിക്ക് ആര് റസൂലെ പെണ്ണ് തരും? എന്നെ കാണാൻ കോലുണ്ടോ? എനിക്ക് വല്ല മൊഞ്ചുണ്ടോ? വിരൂപിയായ എനിക്ക് ആരാ പെണ്ണ് കെട്ടിച്ചേരുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ മറുപടി പറഞ്ഞു, അന ഉസവ്വിജുക്, ഞാൻ നിനക്ക് പെണ്ണ് കെട്ടിച്ചേരും, ഞാൻ നിനക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജുലൈബീബ് പറഞ്ഞ് റസൂലുള്ളാഹിനോട്, ഇതൻ വല്ലാഹി സതജിദുനി ഖാസിദ. റസൂലുള്ളാഹിനോട് പറയാ, തീർച്ചയായും പ്രവാചകരെ, ഒരു വിറ്റ് പോകാത്ത, ഒരു മുടക്കാച്ചരക്ക്, സെയിൽ നടക്കാത്ത ഒരു സാധനമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. എന്നെ ആരും ഇഷ്ടപ്പെടൂല റസൂലെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, വലൈസ ബിഖാസിദിൻ ഇൻദല്ലാഹ്,
അള്ളാൻ്റെ അടുക്കൽ വിറ്റ് പോകാത്തൊരു ചരക്കില്ല, എല്ലാം സെയിലാകും, ഒട്ടും വിഷമിക്കണ്ട എന്നാര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പം ഒരു അൻസാരിനോട് ചോദിച്ചു, അല്ല നിൻ്റെ മോളെ ഇന്നൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു, കല്യാണം. ഇയാൾ എടുത്തേ പൈക്ക് നമ്മളെ മാതിരി പറഞ്ഞ്, നമ്മളും അങ്ങനെ തന്നെ പറയും, ഞാൻ പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ എന്ന്, വൈഫിനോട് കുടുംബത്തോട് ചോദിക്കട്ടെ പറഞ്ഞു. നമ്മളും അങ്ങനെ തന്നെയാണ്. സ്വന്തമായി ഒരു തീരുമാനം നമുക്കില്ലല്ലോ, സ്വന്തം പറയാൻ നമ്മൾക്ക് കഴിയില്ല. ഞാനൊന്ന് പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ വൈഫിനോട് ചോദിക്കട്ടെ പറഞ്ഞു. ശരി, ഇയാൾ ചെന്ന് വൈഫിനോട് കാര്യം പറഞ്ഞപ്പം വൈഫ് ഒരൊറ്റ എടുത്ത് ചാട്ടാ. വൈഫ് പറഞ്ഞു, ആ തുറദ്ദു അല്ല, വൈഫ് ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തായി പറഞ്ഞു? വല്ലാഹി ലൻ ഉസബ്ബിജക്, ഞാൻ അദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുക്കുന്ന ഒരു പ്രശ്നമല്ല, നിങ്ങൾ ആ ഭർത്താവിനെ ഇവിടുന്ന് പറയണ്ടെന്ന് പറഞ്ഞു. ആ വിഷയം ഇവിടുന്ന് പറയണ്ട, കാണാൻ മുഞ്ചില്ല, വിരൂപിയായ ഒരു രൂപവും ഇല്ലാത്ത ഇയാൾക്ക് എങ്ങനെ മോളെ കെട്ടിച്ചു കൊടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഈ ഭാര്യ. അത് കഴിഞ്ഞ് ഈ ചർച്ച, ഉമ്മയും ഉപ്പയും തമ്മിൽ നടത്തുന്ന ഈ ചർച്ച മോള് അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട്, ഈ മകൾ കേൾക്കുന്നുണ്ട്. ഉടനെ തന്നെ മകൾ പുറത്തേക്ക് വന്ന് മകളുടെ ഒരു വർത്തമാനം, റസൂലില്ലാഹി അംറ, റസൂലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ എതിർക്കുകയാണോ, നിങ്ങൾ തള്ളി മാറ്റുകയാണോ? ഉടനെ തന്നെ ഹുദി, എന്നെ ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ആരാ പറയുന്നത്? ഈ പെൺകുട്ടി പറയാ, പെൺകുട്ടിൻ്റെ ഈമാൻ. മാത്രമല്ല പെൺകുട്ടി പറയുന്നുണ്ട്, വല്ലാഹി ലൻ യുളയ്യൂനി, എന്നെ പാഴാക്കി കളയല്ലേ, എന്നെ നശിപ്പിക്കല്ലേ എന്ന് വിളിച്ചു പറയുന്നു ഈ പെണ്ണ്. എന്താ ഈ പെണ്ണിനെ പ്രേരിപ്പിച്ച ഘടകം? ഈമാനായിരുന്നു. ആ ഈമാൻ, അവിടെയാണ് സ്റ്റാറ്റസ് ഉയർന്നു നിൽക്കുന്നത്. നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റാറ്റസ് ഉയർന്നു നിൽക്കണമെങ്കിൽ ഈമാൻ വേണം. അള്ളാൻ്റെ അടുക്കലുള്ള സ്റ്റാറ്റസായി പറയുന്നത്, അതിൻ്റെ ഒരു അടയാളമാണ് ഈ പെൺകുട്ടിയിൽ ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ആര് നൽകുന്നതാ? അള്ളാഹു നൽകുന്നതാ. എവിടെയാണ് ബർക്കത്ത് എന്ന് നമ്മൾക്കറിയില്ല. നമ്മൾ ഈ കണക്ക് കൂട്ടുന്നിടത്താണോ ബർക്കത്ത്? അള്ളാഹുവിൻ്റെ നിഅമത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അല്ലല്ലോ. അതെത്ര സുന്ദരിയാണെങ്കിലും എത്ര സുന്ദരനാണെങ്കിലും എത്ര വേഗം ആ സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് നമ്മൾ അറിയണം. തിരിച്ച് സൗന്ദര്യമില്ലാത്തവർ ഏറ്റവും നല്ല സുന്ദരന്മാരും സുന്ദരികളുമായി തിരിച്ചു വരുന്നതും ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന പ്രക്രിയകളാണ്. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതൊന്നുമല്ല. ലാ യൻളുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാ, നിങ്ങളുടെ രൂപത്തിലേക്കല്ല, നിങ്ങളുടെ കോലത്തിലേക്കല്ല, നിങ്ങളുടെ ഡ്രസ്സിലേക്കല്ല അള്ളാഹു നോക്കുന്നത്. വലാകിൻ യൻളുറുല്ലാഹു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാ. അപ്പം കറുത്ത ഹൃദയം അള്ളാഹ്ക്ക് വേണ്ട, വെളുത്ത ഹൃദയമാണ് അള്ളാഹ്ക്ക് വേണ്ടത്, തെളിഞ്ഞ ഹൃദയമാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അങ്ങനെയുള്ളവരുടെ ഹൃദയം, ആ ഹൃദയത്തിലാണ് വെളിച്ചമുണ്ടാവുക, ഈമാൻ ഉണ്ടാകുക. ആ ഈമാനിലൂടെ അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചിരുമാറാവട്ടെ. പലവിധ പ്രശ്നങ്ങളിലും അകപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ന്യായമില്ലാതെ അന്യായമായി പല വിഷയങ്ങളിലും അകപ്പെട്ടിട്ടുള്ള ആളുകൾ, ജയിലിൽ കഴിയുന്നവരുണ്ട്, മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്. വീടുകളിൽ, ആശുപത്രികളിലൊക്കെ വേദനകൾ കടിച്ചമർത്തി അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, അത്തരം രോഗികളായി കിടക്കുന്ന ആളുകളുടെ രോഗത്തിന് ശമനം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. വേണ്ടപ്പെട്ട പലരും ഞങ്ങളോട് വിട പറഞ്ഞു പോയി. ഓരോരുത്തരും ദിവസവും മരണത്തിന് കീഴടങ്ങുകയാണ്. പല ആളുകളും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഉമ്മ മരണപ്പെട്ടവരുണ്ട്, ഉപ്പ മരണപ്പെട്ടവരുണ്ട്, ഭർത്താക്കന്മാർ പരസ്പരം ഒക്കെ മരണപ്പെട്ടവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും
മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ, മരണം മൂലമുണ്ടായിട്ടുള്ള എല്ലാവിധ വ്യസനങ്ങളും ദുഃഖങ്ങളും അള്ളാഹുവേ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെയും അവരെയും അള്ളാഹുവേ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.